ഏകദേശം 1 മണി വരെ പൊതുദർശനമുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കാരണം ആദ്യം കുറച്ച് സമയം മാത്രം പൊതുദർശനം മതി എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ എന്നാൽ അതല്ല, ഇപ്പോൾ കൂടുതൽ സമയം പൊതുദർശനം ഉണ്ടാകും എന്നുള്ളതാണ് പറയുന്നത്. കാരണം നിരവധി ആളുകളാണ് ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. ചേട്ടൻ ഇവിടുന്ന് വരുന്നത്? ഞാൻ അടുത്തല്ല, ഇടുക്കിയിലാണ്. ബന്ധു ആണോ അതോ? എൻ്റെ ബന്ധുവല്ല, എൻ്റെ മകൻ വിവാഹം ചെയ്യുന്നതിൻ്റെ അടുത്തുനിന്നാണ്. അപ്പോൾ അവിടെ കാണാൻ വന്ന അവിടെ വന്നപ്പോൾ ഇങ്ങനെ കുഞ്ഞിന് മരണം അറിഞ്ഞു വന്നതാണ്. അപ്പോൾ നിങ്ങൾക്കൊക്കെ, അതായത് നാട്ടുകാർക്കും വീട്ടുകാർക്കും വേണ്ടപ്പെട്ട കുട്ടിയാണെന്നാണ് ആ കൊച്ചു പറഞ്ഞത്. അപ്പം അങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ ഒന്ന് കാണാൻ നല്ല പ്രതീക്ഷയിൽ വന്നതാണ്. നാട്ടുകാർക്ക് മൊത്തത്തിൽ ഒരു വിഷമം ഉണ്ടാക്കുന്നൊരവസ്ഥയാണ് അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് വന്നത്. നാട്ടുകാർക്കൊക്കെ എല്ലാവർക്കും തന്നെ ഒരു വലിയ പ്രയാസമുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇത്. ഇപ്പോൾ ഇദ്ദേഹം ഇവിടെ ഈ നാട്ടുകാരനല്ല, അദ്ദേഹം ഒരു ബന്ധുവീട്ടിലേക്ക് വന്നാണ്. അപ്പോഴാണ് ഈ സംഭവം അറിയുന്നത്. അങ്ങനെ അറിയുമ്പോൾ അദ്ദേഹം ഇവിടേക്ക് വരികയാണ്. കാരണം ഈ വാർത്തയിലൂടെയൊക്കെ തന്നെ ഇത് കണ്ടപ്പോൾ ഒരു മനപ്രയാസം ഉണ്ടാക്കി എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഏതായാലും ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇവിടെയുള്ള ഓരോ ആളുകളും എന്നുള്ളതാണ്. കാരണം അവർ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ വാർത്തകളൊക്കെ വരുമ്പോൾ വലിയൊരു പ്രതീക്ഷയിലായിരുന്നു ഉണ്ടായിരുന്നത്. ചേട്ടൻ ഇവിടെ അടുത്തുള്ള ഈ യാത്രയിലൊക്കെ ഉണ്ടായിരുന്നു? ഇല്ല. നാട്ടുകാരാണല്ലേ ഒരുമിച്ച്? ഇവിടെ പലപ്പോഴും ഇങ്ങനെ ടൂറൊക്കെ പോകാറുണ്ടോ? അതിനെ സംബന്ധിച്ച് അതിൽ ഫാമിലി നല്ല ഇതായിട്ട് ഇടയ്ക്ക് യാത്രയൊക്കെ പോകുന്നുണ്ടെന്നാണ് അറിയാറ്. കൃത്യമായിട്ട് അറിയില്ല. നല്ല ഫാമിലിയാണ് അവർ നല്ല കൂട്ടായ്മയുള്ളൊരു ഫാമിലിയാണ്. അതുകൊണ്ട് ഒരു ആഘോഷം എന്നുള്ള നിലയ്ക്കാണ് അവർ സ്കൂൾ അടച്ചപ്പോൾ പോയിട്ടുണ്ടായിരുന്നത്. ഇതൊരു ഇങ്ങനെ ഒരു നമ്മുടെ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ കാണാതാകുന്നു കുറേ ദിവസം എന്നൊക്കെ പറയുമ്പോൾ തന്നെ എല്ലാവരും ഒരു ടെൻഷനിലായിരുന്നു. സ്വാഭാവികമായിട്ടും വലിയ ആശങ്കയുണ്ടായിരുന്നു, വലിയ സങ്കടം ഉണ്ടായിരുന്നു. ഞങ്ങൾ തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷയാണ് ഉണ്ടായിരുന്നത്. ഒരു പക്ഷേ കുറേ ആളുകൾ പോയിരുന്നു. തിരിച്ചു വരുന്നുള്ള പ്രതീക്ഷ. ആദ്യം ഞങ്ങളൊരു കിഡ്നാപ്പിംഗ് എന്നുള്ളതായിരുന്നു നാട്ടുകാരുടെയൊക്കെ ഒരു ഉള്ളിൽ ഉണ്ടായിരുന്നത്. പക്ഷെ എന്നാലും 11 മണിയോട് കൂടിയിട്ടതല്ല എന്ന് മനസ്സിലായപ്പോൾ വളരെ ഞെട്ടലും ഒരു നാടിനെ ആകെ സങ്കടത്തിലാഴ്ത്തുന്ന ഇതുണ്ടായി. ഈ പറയുന്ന പോലെ തന്നെ നാട്ടുകാരെ ആകെ തന്നെ ഒരു സങ്കടത്തിലാക്കിയ ഒരു കാര്യം തന്നെയാണ് ഉണ്ടായിരുന്നത്. കാരണം ഇവരൊക്കെ തന്നെ പ്രതീക്ഷിച്ചിരുന്നത്, കാണാനില്ല എന്ന് പറയുമ്പോഴും ഒക്കെ തന്നെ ഇവർ പ്രതീക്ഷിച്ചിരുന്നത് അത് ഇവർ കുറച്ച് കഴിയുമ്പോൾ മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല എന്നുള്ള ആ കാര്യമായിരുന്നു ഇവരൊക്കെ തന്നെ പ്രതീക്ഷിച്ചിരുന്നത്. കാരണം ഇങ്ങനെ കാണാനില്ല എന്നുള്ള വാർത്തകളൊക്കെ വരുമ്പോൾ എവിടെയെങ്കിലും ഒരു പക്ഷേ പെട്ടുകിടക്കുന്നുണ്ടാകും. ഒരു പക്ഷേ കുറച്ച് കഴിയുമ്പോൾ വിവരം ലഭ്യമാകുമായിരിക്കും, മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാകില്ല, ശ്രീനന്ദയെ ആരോഗ്യത്തോടു കൂടി തന്നെ തിരിച്ചു കിട്ടും. അങ്ങനെ ഉള്ള പ്രതീക്ഷകളാണ് ഇവർക്ക് ആദ്യം ഉണ്ടായിരുന്നത്. പിന്നീട് ചില സംശയങ്ങളൊക്കെ അതിനിടയിൽ തോന്നി. ഏതെങ്കിലും തരത്തിലുള്ള തട്ടിക്കൊണ്ടുപോകാനുള്ള സാധ്യതയൊക്കെ തന്നെ ആളുകൾക്ക് തോന്നി. അങ്ങനെയും ചില സംശയങ്ങളുണ്ടായി. അപ്പോഴും ശ്രീനന്ദയെ രക്ഷിക്കാൻ കഴിയും എന്നൊരു പ്രതീക്ഷ തന്നെയായിരുന്നു ഇവിടെ ഓരോ. ചേട്ടൻ ഈ സ്ഥലത്തുള്ള അപ്പുറത്താണ്. അതെ, തൊട്ട് അപ്പുറത്തെ പഞ്ചായത്ത്. നല്ല പ്രയാസമാണ്. അവിടെ അടുത്ത് തന്നെയാണ് പറഞ്ഞിട്ട് കാണുന്നുണ്ട്. മോശമുണ്ട്. നല്ല പഠിക്കുന്ന കുട്ടിയാണ്. നന്നായിട്ട് പഠിക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ഒരാൾക്ക് ഇങ്ങനെ വരുമ്പോൾ നമ്മളെ നാട്ടിലൊക്കെ ഇങ്ങനെയൊക്കെ വിഷമുണ്ട്. പക്ഷെ അത് അവിടെ പോയി അവിടെ എന്താ സംഭവിച്ചെന്ന് നമുക്കറിയില്ലല്ലോ. ഇങ്ങന്മാരെ സ്ഥലമാണ് എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയില്ല. പക്ഷെ ഇതെങ്ങനെ സംഭവിച്ചെന്നറിയില്ല. പക്ഷെ കേട്ടപ്പോൾ ഭയങ്കര ഒരു ഇതല്ല. എല്ലാവരും പറയുന്നത് ഇത് തന്നെയാണ്, വലിയ പ്രയാസമാണ് കേൾക്കുമ്പോഴുള്ളതെന്നാണ്. കാരണം ഇങ്ങനെയുള്ള അപകടങ്ങൾ അല്ലെങ്കിൽ യാത്ര പോകുമ്പോഴുള്ള അപകടങ്ങളൊക്കെ തന്നെ ഇങ്ങനെയുള്ള അപകടങ്ങളൊക്കെ തന്നെ കേട്ടുകേൾവിയാണ്. അത് നമ്മുടെ നാട്ടിൽ വരുമെന്നോ നമ്മുടെ പ്രദേശത്ത് ഇങ്ങനെയുള്ള ആൾക്ക് ഉണ്ടാകുമെന്നോ ഉള്ളതൊക്കെ വരുമ്പോഴാണ് വലിയ പ്രയാസം. അങ്ങനെ വാർത്തയിലൂടെയൊക്കെ കണ്ടറിഞ്ഞ് ഒരുപാട് ആളുകളാണ് ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. നാട്ടുകാരും വീട്ടുകാരുമായി തന്നെ നിരവധി ആളുകൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഒരുപാട് പേർ. ചെറിയൊരു ഗ്രാമമാണ് ഈ കടമ്പഴിപ്പുറം. ആ ഗ്രാമം ഒന്നാകെ ആ വീട്ടിലുണ്ട്. ആ ഗ്രാമം മാത്രമല്ല, കേട്ടറിഞ്ഞ് ഇങ്ങനെയൊരു ദുരന്തം താങ്ങാവുന്നതിലും അധികമാണ് ആ നാടിനും ആ നാട്ടുകാർക്കുമൊക്കെ. അവിടേക്ക് ഒരുപാട് പേരെത്തുന്നു. 1 മണി വരെ അവിടെ കടമ്പഴിപ്പുറത്തെ വീട്ടിലായിരിക്കും മൃതദേഹമുള്ളത്. അതിനുശേഷമാവും സംസ്കാര ചടങ്ങ്.